വിമാനങ്ങളുടെ ശവപ്പറമ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, മനുഷ്യർക്ക് മാത്രമല്ല ജീവനില്ലാത്ത വിമാനങ്ങൾക്കുമുണ്ട് ശവപ്പറമ്പുകൾ. അമേരിക്കയിലാണ് ഈ അപൂർവ ശവപ്പറമ്പ് ഒരുക്കിയിരിക്കുന്നത്. അരിസോണ എന്ന മരുഭൂമിയെയാണ് വിമാനങ്ങളുടെ ശവപ്പറമ്പായി രൂപമാറ്റം നടത്തിയിരിക്കുന്നത്. ഉപയോഗം കഴിഞ്ഞ വിമാനങ്ങൾ സൂക്ഷിക്കുന്നതിനും നന്നാക്കുന്നതിനും ആവശ്യമുള്ള ഭാഗങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വേണ്ടി കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ധാരാളം ഇടങ്ങൾ പല രാജ്യങ്ങളിലുമുണ്ട്. ഇത്തരത്തിലെ ഏറ്റവും വലുത് മേൽപ്പറഞ്ഞതുപോലെ അമേരിക്കയിലെ ബോൺയാർഡ് എന്നറിയപ്പെടുന്ന സൂക്ഷിപ്പ് കേന്ദ്രമാണ്. 27,000-ഓളം ഏക്കർ സ്ഥലത്ത് അരിസോണയിലെ മരുഭൂമിയിൽ അതങ്ങനെ പരന്നുകിടക്കുകയാണ്. 5,000-ലേറെ വിമാനങ്ങളാണ് അവസാന പറക്കലിന് ശേഷം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അരിസോണ മരുഭൂമിയിലെ കൊടും ചൂടിൽ നിന്നും രക്ഷ നേടാൻ ചില വിമാനങ്ങൾക്ക് മൂടുപടവും അണിയിച്ചിട്ടുണ്ട്. ഡേവിസ് മൗണ്ടൻ എയർഫോഴ്സ് ബേസ് എന്നാണ് ഈ സ്ഥലം പൊതുവെ അറിയപ്പെടുന്നത്. എയറോസ്പേസ് മെയിൻ്റനൻസിലെ 309-ാം വിഭാഗവും റീജനറേഷൻ ഗ്രൂപ്പും ചേർന്നാണ് ഈ വിമാനങ്ങൾ ഇന്ന് പരിപാലിക്കുന്നത്. ഒരു കാലത്ത് അമേരിക്കയ്ക്ക് വേണ്ടി വിവിധ യുദ്ധമുഖങ്ങളിൽ ചീറിപ്പാഞ്ഞിരുന്ന പോർവിമാനങ്ങളാണ് പ്രായാധിക്യത്താൽ ഈ മരുഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നത്. ആണവായുധ ശേഷിയുള്ള B-52 ബോംബർ വിമാനങ്ങൾ വരെ അരിസോണയിലെ ഈ വ്യോമത്താവളത്തിൽ കഴിയുന്നു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം 1946-ലാണ് ഡേവിസ് മൗണ്ടൻ വ്യോമത്താവളത്തിൽ പഴക്കം വന്ന വിമാനങ്ങൾ എത്തിച്ചു തുടങ്ങിയത്. ചരക്കു വിമാനങ്ങൾ മുതൽ ബോംബർ വിമാനങ്ങൾ വരെ ഇത്തരത്തിൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. നിരവധി ഹോളിവുഡ് ചിത്രങ്ങൾക്കും സീരീസുകൾക്കും മ്യൂസിക് ആൽബങ്ങൾക്കുമൊക്കെ ഈ ശവപ്പറമ്പ് ലൊക്കേഷനുകളായിട്ടുണ്ട്. ചില വിമാനങ്ങൾ ഇവിടെ നിന്നും അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചു പോകാറുണ്ട്. എന്നാൽ ചിലതിൻ്റെയാകട്ടെ പ്രവർത്തിക്കുന്ന എല്ലാ ഭാഗങ്ങളും അഴിച്ചു മാറ്റിയ ശേഷം പൂർണ്ണമായും അവർ ഇവിടെ വിശ്രമിക്കുന്നു. അമേരിക്കയുടെ മുൻനിര പോരാളികളായിരുന്നു ഇവയിൽ പലതും. വിമാനങ്ങളുടെ ശവപ്പറമ്പായി ഇവിടം തന്നെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. താഴ്ന്ന ഈർപ്പവും സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന സ്ഥാനവും ഉപ്പുരസമുള്ള മണ്ണുമൊക്കെയാണ് ആ കാരണങ്ങൾ. ഇവിടെ എത്തുന്ന വിമാനങ്ങളിൽ പലതും റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്നവയാണ്. അതിനു സാധ്യതയില്ലാത്തവ ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ അയച്ചെടുത്തതിന് ശേഷം തൂക്കി ഇരുമ്പ് വിലയ്ക്ക് വിൽക്കും. ഓരോ വിമാനവും എത്തുമ്പോൾ അതിൻ്റെ പൂർവ്വകാല ചരിത്രമടങ്ങിയ രേഖകളും അതോടൊപ്പം അവിടെ എത്തുന്നു. ആയുധങ്ങളും സീറ്റുകളും വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളെല്ലാം അതിൽ നിന്നും അഴിച്ചു മാറ്റും. എവിടുന്നൊക്കെ വരുന്നവയായതിനാൽ തുടർന്ന് വിമാനങ്ങൾ കഴുകി വൃത്തിയാക്കും. ഇന്ധനം നീക്കി കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ചായമടിച്ച് ഓരോ തരം വിമാനങ്ങൾക്കും നിശ്ചയിച്ച സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നു. പൊതുവെ ജീവനക്കാർക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത്. എങ്കിലും ഇവിടെ നടക്കുന്ന ബസ് ടൂർ വഴി മറ്റുള്ളവർക്കും ഈ ശവപ്പറമ്പ് കാണാൻ അവസരമുണ്ട്. താഴെ ഇറങ്ങാൻ അനുവാദമില്ലാത്ത 1.5 മണിക്കൂർ നീളുന്ന ഈ ബസ് യാത്രയിൽ സഞ്ചാരികൾക്ക് വിമാനങ്ങളുടെ ചിത്രങ്ങൾ പകർത്താനും അനുവാദമുണ്ട്. അങ്ങനെ ഒരു കാലത്ത് തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പോരാടിയിരുന്ന വിമാനങ്ങൾ ഇന്ന് ഈ മരുഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്.